നമസ്കാരം. മൈക്രോ കനോണിക്കൽ എൻസെമ്പിളുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ ബേസിക് പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു ജനറൽ പിക്ചർ ഇൻ കാൽക്കുലേറ്റിംഗ് എൻട്രോപ്പി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ എല്ലാ മൈക്രോ സ്റ്റേറ്റ്സും ഈക്വലി പ്രോബിളാണ്. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ എല്ലാ മൈക്രോ സ്റ്റേറ്റ്സും ഈക്വലി പ്രോബിളാണ്. പക്ഷേ ഒരു നോൺ ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഉദാഹരണത്തിന് ഒരു കനോണിക്കൽ എൻസെമ്പിളൊക്കെ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ നോൺ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് നമ്മൾ ഗിവൺ എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. ഗിവൺ എനർജി ഇ ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ മാക്രോ സ്റ്റേറ്റ്, അതായത് ഈ എനർജിയുള്ള മാക്രോ സ്റ്റേറ്റിലെ കൂടുതൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സും ഈ എനർജിയിലായിട്ട് ഇരിക്കുക. എന്ന് വെച്ചാൽ എല്ലാ മൈക്രോ സ്റ്റേറ്റ്സും ഒരു എനർജിയിലല്ല ഇരിക്കുക. ഓൺ ദ അതർ ഹാൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ എനർജിയുള്ള മാക്രോ സ്റ്റേറ്റ് ആണെങ്കിൽ ഓൾ മൈക്രോ സ്റ്റേറ്റ്സ് ഏത് എനർജി തന്നെയായിരുന്നു? ഈ എനർജി തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ മൈക്രോ സ്റ്റേറ്റും ഈക്വലി പ്രോബബിൾ ആയിരുന്നു. പക്ഷേ ഒരു നോൺ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ അതൊരു ഗിവൺ എനർജി ഈയിലാണ് സിസ്റ്റത്തിൻ്റെ മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും ഇതേ എനർജി എന്ന് മീനിങ് ഇല്ല. മോസ്റ്റ് ഓഫ് ദ മൈക്രോ സ്റ്റേറ്റ്സ് ഈ എനർജിയിലാണ്. അപ്പം നമുക്കൊരു ആവറേജ് എനർജി ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ കിട്ടും എന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ഒരു ഗിവൺ മാക്രോ സ്റ്റേറ്റ് തീരുമാനിക്കുന്നത് ഫോർ എ നോൺ ഐസൊലേറ്റഡ് സിസ്റ്റം എല്ലാവരും ചേർന്നല്ല. ഏറ്റവും ഭൂരിഭാഗം പേര് ഏത് എനർജിയിൽ ഇരിക്കുന്നു അവർ ചേർന്നിട്ടാണ് ഈ മാക്രോ സ്റ്റേറ്റ് തീരുമാനിക്കുന്നത്. അതായത് എല്ലാ മൈക്രോ സ്റ്റേറ്റും ഒരുപോലെയല്ല. പക്ഷേ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എല്ലാ മൈക്രോ സ്റ്റേറ്റും ഒരുപോലെയാണ്. അവരെല്ലാം ഈക്വലി പ്രോബബിളാണ്. അവരെല്ലാവരും ഫേസ് സ്പേസിൻ്റെ ഹൈപ്പർ സർഫസിൽ ഒരു ഗിവൺ എനർജിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോൺ ഐസൊലേറ്റഡ് സിസ്റ്റത്തെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ മൈക്രോ സ്റ്റേറ്റും ഒരുപോലെയല്ല. ചില മൈക്രോ സ്റ്റേറ്റ്സ് ആണ്, കുറേ കൂടുതലുള്ള മൈക്രോ സ്റ്റേറ്റ്സ് ആണ് അതിൻ്റെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ മൈക്രോ സ്റ്റേറ്റ്സിന് ഒരു വെയിറ്റേജ് കൊടുക്കും. ഒരു വെയിങ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓർ ഫേസ് സ്പേസ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നു. ഡിനോട്ടഡ് ബൈ റോ QI PI. അതായത് കൂടുതൽ ഈ എനർജി തീരുമാനിക്കുന്ന മൈക്രോ സ്റ്റേറ്റ്സുകളൊക്കെ കുറച്ച് കൂടുതൽ പ്രോബബിളാണ് കമ്പയർഡ് ടു അതർ മൈക്രോ സ്റ്റേറ്റ്സ്. അതായത് ഇവരുടെ പ്രോബിലിറ്റി ഡെൻസിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ വെയിങ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും ആർക്ക്? ഈ എനർജി തീരുമാനിക്കുന്ന മൈക്രോ സ്റ്റേറ്റിന് കമ്പയർഡ് ടു അതർ. അപ്പോൾ നമുക്ക് ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും? ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ എല്ലാ മൈക്രോ സ്റ്റേറ്റ്സും ഈക്വലി പ്രോബബിൾ ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരേ വാല്യൂ തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾ ഒരു മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഞാൻ റോ MC എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അത് എഴുതുകയാണെങ്കിൽ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. നമുക്ക് ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എത്രയെന്ന് പറഞ്ഞാൽ ഈക്വലി പ്രോബിളാണ്. എല്ലാ മൈക്രോ സ്റ്റേറ്റിനും ഒരേ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. എപ്പോഴാണ്? E ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു H ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു E പ്ലസ് ഡെൽറ്റ ഇ. എന്ന് വെച്ചാൽ ഡെൽറ്റ ഇ വളരെ സ്മോളറാണ്. അപ്പം നമ്മുടെ ഫേസ് സ്പേസിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വരച്ചിരിക്കുന്ന ഹാർമോണിക് ഓസിലേറ്ററാണ്. ഈയും അടുത്ത ഈ എനർജി ലെവലും വളരെ ക്ലോസറാണ്. എന്ന് വെച്ചാൽ അവരെല്ലാവരും ഇതൊരു ഹൈപ്പർ സർഫസ് തീരുമാനിക്കുന്നത് ഇത്രയും ഭാഗമാണ് എന്നാണ് എൻ്റെ മീനിങ്, അല്ലെങ്കിൽ 0 അതർവൈസ്. പക്ഷേ ഒരു നോൺ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് ഈ സാധനം എന്തായിരിക്കില്ല? കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ആ ഗിവൺ എനർജി റേഞ്ചിൽ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഒരു ഗിവൺ വാല്യൂ ഉണ്ടായിരിക്കും, അല്ലാത്തപ്പോൾ വേറൊരു ഗിവൺ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞത് എല്ലാ സ്റ്റേറ്റ്സും ഈക്വലി പ്രോബബിൾ ആയതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ ഫേസ് സ്പേസ് ഡെൻസിറ്റി ആണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എപ്പോഴും എന്തായിരിക്കണം? ടോട്ടൽ സം ഓഫ് പ്രോബബിലിറ്റി എപ്പോഴും എന്തായേ പറ്റുള്ളൂ? 1 ആയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദാറ്റ് മൈക്രോ സ്റ്റേറ്റ് ഇൻ എ ഗിവൺ വോളിയം എന്നാണ്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എപ്പോഴും എന്തായേ പറ്റുള്ളൂ? 1 ആവണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ ഓവർ റോ QI PI DQ റൈസ് ടു 3n DP റൈസ് ടു 3n. ഇത് വോളിയം എലമെൻ്റാണ്, നമ്മുടെ ഫേസ് സ്പേസിലെ വോളിയം എലമെൻ്റാണ്. ഷുഡ് ബി എന്തായിരിക്കണം? 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി, ഈ നോർമലൈസേഷൻ, ഇത് നോർമലൈസേഷൻ്റെ ഡെഫിനിഷനാണ്. ഈ നോർമലൈസേഷൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിലെ ഈ കോൺസ്റ്റൻറ്റ് എത്രയായിരിക്കും എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ റോയ്ക്ക് പകരം നമുക്കിനി റോ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ കൊടുക്കാം. മൈക്രോ കനോണിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ ഇനി കോൺസ്റ്റൻറ്റ് ഈ റേഞ്ചിൽ മാത്രം, അതായത് കോൺസ്റ്റൻറ്റ് ഏത് റേഞ്ചിൽ? ഇ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഡെൽറ്റ. ദിസ് ഡിഫൈൻസ് ദ ഹൈപ്പർ സർഫസ് ഇൻറ്റു ഡി ക്യു റൈസ് ടു 3n ഇൻറ്റു ഡി പി റൈസ് ടു 3n ഇസ് ഈക്വൽ ടു 1. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷന് പുറത്തെടുക്കാം. ഇൻ്റഗ്രേഷന് പുറത്തെടുത്താൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഡി ക്യു റൈസ് ടു 3n ഡി പി റൈസ് ടു 3n ഇ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഡെൽറ്റ ഇ ഷുഡ് ബി 1. അപ്പോൾ ഇതെത്രയാണ്? ഇത് ടോട്ടൽ ഫേസ് സ്പേസ് വോളിയം ഓഫ് ഓൾ ദ മൈക്രോസ്റ്റേറ്റ് ആണ്. കാരണം ഈ എനർജിയിൽ വരുന്ന എല്ലാവരുടെയും ടോട്ടൽ ഫേസ് സ്പേസ് വോളിയമാണ്. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആണ്. ഇനി ഒരു മൈക്രോസ്റ്റേറ്റിൻ്റെ വോളിയം നമുക്കറിയാം എന്താണ്? അതിനാണ് നമ്മൾ ഫേസൽ മാഗ്നിറ്റ്യൂഡ് σ0 എന്താണെന്ന് എഴുതിയത്? എച്ച് റൈസ് ടു 3n. അങ്ങനെയാണെങ്കിൽ ഒരു മൈക്രോസ്റ്റേറ്റ് ഒക്കെ ഇപ്പോൾ വോളിയം എച്ച് റൈസ് ടു 3n ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഒമേഗയാണെങ്കിൽ നമുക്ക് ഈ ക്വാണ്ടിറ്റി, അതായത് ടോട്ടൽ ഫേസ് സ്പേസ് വോളിയം ഇൻ ദ ഫേസ് സ്പേസ് ഇൻ ദ എനർജി റേഞ്ച് ഇ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഡെൽറ്റ എ നമുക്ക് എന്ത് എഴുതാം? ഒമേഗ ഇൻറ്റു σ0 ഒരാളുടെ വോളിയം ഇൻറ്റു ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഒമേഗ ഇൻറ്റു എച്ച് റൈസ് ടു 3n ഇസ് ഈക്വൽ ടു 1. അതായത് നമുക്ക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും? കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 1/ω ഇൻറ്റു എച്ച് റൈസ് ടു 3n. പക്ഷെ നമ്മൾക്ക് ആലോചിച്ച് നോക്കാം, ഈ കോൺസ്റ്റൻറ്റിനെ 1/ω എന്ന് മാത്രം ആക്കണമെന്ന് വിചാരിക്കുക. അതിന് എന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് 1/ω എന്ന് മാത്രം ആക്കണമെങ്കിൽ നമ്മൾ ഈ നോർമലൈസേഷൻ ഒന്ന് റീഡിഫൈൻ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഈ നോർമലൈസേഷൻ്റെ അവിടെ തന്നെ 1/h3n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു 1/h3n വരും. ഇവിടുത്തെ h3n കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് കോൺസ്റ്റൻറ്റ് എന്തെന്ന് തന്നെ കിട്ടും? 1/ω. കാരണം നമുക്ക് ടോട്ടൽ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ മൈക്രോസ്റ്റേറ്റ് ഈക്വലി പ്രോബിൾ ആണ്. അപ്പം നമുക്ക് 8, 9 അല്ലെങ്കിൽ 10 മൈക്രോസ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് ഈക്വലി പ്രോബിൾ ആണെന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എത്രയായിരിക്കും? 1/10. ആ ഒരു റിലേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/ω എന്ന ആ കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്തെടുക്കുന്നത്. അതായത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി 1/ω എന്ന് വരത്തക്ക രീതിയിൽ നമ്മുടെ നോർമലൈസേഷൻ പ്രൊസീജിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ റീഡിഫൈൻ ചെയ്യുന്നു. എങ്ങനെ? 1/h3n റോ QIPI dq3n dp3n is equal to 1. അപ്പോൾ നമുക്കിപ്പം കിട്ടിയത് എന്താണ്? ഈ കോൺസ്റ്റൻറ്റിന് പകരം മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിന് 1/ω, where omega is the total number of microstates in the microcanonical ensemble. പോരാത്തതിന് നമ്മൾ ഇപ്പം ചെയ്ത വേറൊരു പരിപാടി, നമ്മുടെ നോർമലൈസേഷനെ എങ്ങനെ റീഡിഫൈൻ ചെയ്തെടുത്തു? 1/h3n റോ QIPI dq3n dp3n is equal to 1. ഇപ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ നോർമലൈസേഷൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ ഡെഫിനിഷനിലാണ്. ഇത് കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? റെസിപ്രോക്കൽ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ നോർമലൈസേഷൻ്റെ ഡെഫിനിഷൻ ആണെങ്കിൽ, റോ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണെങ്കിൽ എഫ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സം ഫംഗ്ഷൻ ഓഫ് ഫേസ് സ്പേസ് എലമെൻറ്റ്സ് QIPI ആണെങ്കിൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ എങ്ങനെ എഴുതാം? ആവറേജ് വാല്യൂ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ എഴുതുക ആ ഫംഗ്ഷനെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ വോളിയം എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ dq3n dp3n. പക്ഷേ ഇവിടെ നമ്മൾ നോർമലൈസേഷൻ 1/h3n കൊണ്ട് റീഡിഫൈൻ ചെയ്ത സ്ഥിതിക്ക് എല്ലാ ഡെഫിനേഷനും അതുപോലെ റീഡിഫൈൻഡ് ആവും. അതായത് ആവറേജ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് 1/h3n ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു റോ QIPI dq3n dp3n എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലാക്കേണ്ട 3 പോയിന്റുകൾ ഇതാണ്. എങ്ങനെയാണ് ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ നോർമലൈസേഷൻ്റെ ഡെഫിനിഷൻ, ആവറേജ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫോർ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ. ഇനി നോക്കാം, നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെ അറിയാമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ തെർമോഡൈനാമിക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ S is equal to KB ln omega എന്നാണ്.
പക്ഷേ ഈ ഇക്വേഷൻ ഈസ് നേരത്തെ പറഞ്ഞ പോലെ വാലിഡ് ഓൺലി ഫോർ ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിലാണ് ഈ ഫോർമുല വാലിഡ് ആയിട്ടുള്ളത്. അപ്പം ജനറൽ ഫോർമുല എന്താണ്? ജനറൽ ഫോർമുല ഫോർ ഇവാലുവേറ്റിംഗ് എൻട്രോപ്പി എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എൻസംബിൾ ആവറേജ് ഓഫ് മൈനസ് കെ ലോഗരിതം ഓഫ് ഫേസ് സ്പേസ് ഡെൻസിറ്റി റോ എന്നാണ്. അതായത് നിങ്ങൾ അപ്പം നമ്മൾ എഫ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ആവറേജ് ഡിഫൈൻ ചെയ്തതുപോലെ മൈനസ് കെ എൽ എൻ റോയുടെ ആവറേജ് ഡിഫൈൻ ചെയ്താൽ മതി. അപ്പോൾ റോ എന്ന് പറയുന്നത് കനോണിക്കലിൻ്റെ അല്ലെങ്കിൽ ഫേസ് സ്പേസ് ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി അറിയണമെങ്കിൽ അത് ഗ്രാൻഡ് കനോണിക്കലിൻ്റെ ആണ്. അത് ഏത് സിസ്റ്റത്തിൻ്റെ ആണോ പ്രോബിലിറ്റി ഡെൻസിറ്റി അറിയാമെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എസ് എന്ന് പറയുന്ന സാധനം എൻട്രോപ്പി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ ഇതായിട്ട് വരുന്നത്. മൈക്രോ കനോണിക്കൽ എൻസംബിൾ ഇതൊരു സ്പെഷ്യൽ കേസാണ്. അത് ഇതിന് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം നമുക്ക് റോ അറിയാം. മൈക്രോ കനോണിക്കൽ എൻസംബിളിൻ്റെ റോ എന്ന് പറയുന്നത് 1/ω ഫോർ ഇ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഡെൽറ്റ ഇ അല്ലെങ്കിൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റോ എം സി വെച്ച് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ആവറേജ് വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ആവറേജിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എൻട്രോപ്പി എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ അതായത് 1/h⁻³ ഇൻ്റഗ്രൽ ഏത് ക്വാണ്ടിറ്റിയുടെ ആവറേജ് ആണ്? മൈനസ് കെ എൽ എൻ റോ ഇതിൻ്റെ ആവറേജാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു കറസ്പോണ്ടിങ് ഫേസ്. അപ്പോൾ നമുക്ക് ആവറേജ് നമ്മൾ മൈക്രോ കനോണിക്കൽ ആയതുകൊണ്ട് റോ എം സി എന്ന് എഴുതുന്നു ഇൻറ്റു dq⁻³ dp⁻3. ഇനി നോക്കാം. നമുക്ക് ഈ റോ എം സി നമുക്കറിയാം ഈ വാല്യൂ ആണ് ഈ എനർജി റേഞ്ചിൽ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1/h⁻³ ഇൻ്റഗ്രൽ ഓവർ ഇ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ മൈനസ് കെ എൽ എൻ ഇൻറ്റു 1/ω ഇൻറ്റു 1/ω dq⁻³ dp⁻3. അപ്പോൾ ഈ 1/ω ω⁻⁻1 എന്ന് എഴുതിയാൽ ആ മൈനസും ഈ മൈനസും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി പ്ലസ് ആവും. ബാക്കി എന്ത് വരും? 1/h⁻³ ഇൻ്റഗ്രൽ കെ എൽ എൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ dq⁻³ dp⁻3. ഇത്രയും ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്കത് പുറത്തെടുക്കാം. മൈക്രോ സ്റ്റേറ്റ്സ് ആണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ 1/h⁻³ കെ എൽ എൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു പിന്നെ ഉള്ളത് ഇത്ര ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ ഓവർ ഇ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഡെൽറ്റ ഇ. ഇത് നേരത്തെ പറഞ്ഞ ടോട്ടൽ ഫേസ് സ്പേസ് വോളിയം ഫോർ മൈക്രോ കനോണിക്കൽ എൻസംബിൾ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ ഒരു മൈക്രോ സ്റ്റേറ്റിൻ്റെ വോളിയം h⁻3. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ h⁻3നും ഇതും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? കെ എൽ എൻ ഒമേഗ എന്ന് തന്നെ കിട്ടും. അത് തന്നെയാണ് ഈ ഡെഫിനിഷൻ. മൈക്രോ കനോണിക്കൽ എൻസംബിളിന് അത് എസ് എസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ജനറൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് എൻസംബിൾ ആവറേജ് ഓഫ് മൈനസ് കെ എൽ എൻ ലോഗരിതം ഓഫ് ഫേസ് സ്പേസ് ഡെൻസിറ്റി ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പം മൈക്രോ കനോണിക്കൽ എൻസംബിളിന് മാത്രമാണ് ഈ ഫോർമുല ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മോർ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് കെ എൽ എൻ റോ ആണ്. റോ എന്ന് പറയുന്നത് ഫേസ് സ്പേസ് ഡെൻസിറ്റിയാണ്. അത് ഏത് കേസിലുള്ള ഫേസ് സ്പേസ് ഡെൻസിറ്റിയാണ് തന്നിട്ടുള്ളത് അതിൻ്റെ ആവറേജ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഈ ജനറൽ ഇക്വേഷനെ നമ്മൾ ഗിബ്സ് ഫോർമുല എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഡെറിവേഷൻ നമ്മൾ എടുക്കുന്നില്ല, കാരണം അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആണ്. ഇക്വേഷൻ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഈ സ്പെഷ്യൽ കേസിൽ നമുക്കത് ചെയ്ത് നോക്കാം. അത് നമുക്ക് കൺവിൻസിങ് ആണ്, കാരണം അത് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാൻ നമുക്കിനിയും ആവശ്യം വരും. ഓക്കെ, നമുക്കിനി ഗിബ്സ് പാരഡോക്സ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു സിസ്റ്റം എടുക്കാം. വി വോള്യമുള്ള n നമ്പർ ഓഫ് പാർട്ടിക്കിളുള്ള ടോട്ടൽ എനർജി ഇ ആയ ഒരു മൈക്രോ കനോണിക്കൽ എൻസംബിൾ. അതിൽ ഫിൽ ചെയ്തിരിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പം ഇതിൻ്റെ എനർജി ഇ വി എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എൻട്രോപ്പിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻട്രോപ്പി എസ് ഇസ് ഈക്വൽ ടു എൻ കെ ഇൻറ്റു 3/2 പ്ലസ് ലോഗ് വി ബൈ സിഗ്മ ഇൻറ്റു 4πme ഡിവൈഡഡ് ബൈ 2n the whole raised to 3/2 എന്നാൽ നമ്മുടെ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇനി 2n 3n
4πme ഡിവൈഡ് ബൈ 3n ദ ഹോൾ റൈസ് ടു 3/2. ഇതാണ് എൻട്രോപ്പിയുടെ ഇക്വേഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ രണ്ട് സിസ്റ്റം എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ എൻട്രോപ്പി ഞാനിപ്പോൾ S' എന്ന് വിളിക്കുന്നു. ഇതുകൂടെ ഇതിന് രണ്ട് കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ച് രണ്ടിലും ഈക്വൽ എനർജി, വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള ഐഡിയൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രോപ്പി S' ആണ്. ഇതേ സിസ്റ്റം തന്നെയാണ്, ഇതേ കമ്പാർട്ട്മെൻറ്റ് ആണ്. സിംഗിൾ സിസ്റ്റത്തിന് രണ്ട് കമ്പാർട്ട്മെൻറ്റാണ്. ഇവിടുത്തെ എൻട്രോപ്പി അത് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ S' എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രോപ്പി സെയിം ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാർട്ടീഷനെ അങ്ങ് റിമൂവ് ചെയ്തു. ഓക്കെ, പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എനർജിയും വോളിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസും എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇനി ടോട്ടൽ സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് അതെങ്ങനെ എഴുതാം? 2E ആവും, 2V ആവും, 2N ആവും, ഡബിൾ ചെയ്യും. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്തെടുക്കാം, 3 ക്വാണ്ടിറ്റീസ് എക്സ്റ്റെൻസീവ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോഴുള്ള എൻട്രോപ്പി എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഒരെണ്ണം ഇയും വിയും എന്നും ആണെങ്കിൽ ഇതാണ് എൻട്രോപ്പി, ഐഡിയൽ ഗ്യാസ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇനി അപ്പം ന്യൂ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം S2', അതായത് രണ്ടും കൂടെ ചേർന്നപ്പോൾ ഉള്ളതാണ്. ഡബിൾ ഡാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഡാഷ് ഒരു സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ എന്നിന് പോലെ എന്ത് എഴുതണം? 2N ആവും, 2NK ഇൻറ്റു 3/2 പ്ലസ് ln വിക്ക് പകരം 2V/σ. ഇവിടെ 2Eയും ഇവിടെ ഞാൻ 2N എഴുതിയാൽ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആ ഭാഗത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 4πme ഡിവൈഡഡ് ബൈ 3n ദ ഹോൾ റൈസ് ടു 3/2. ഇതാണ് എൻട്രോപ്പി. അപ്പം നമുക്കറിയാം എൻട്രോപ്പി എന്താണ്. അപ്പം ഇത് എൻട്രോപ്പിയും എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പം ഈ S" കമ്പാർട്ട്മെൻറ്റ് മാറിയതിന് ശേഷമുള്ള എൻട്രോപ്പി, ഇത് ഓരോന്നിൻ്റെ എൻട്രോപ്പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ചേഞ്ച് ഇൻ എൻട്രോപ്പി ΔS അങ്ങനെ കണ്ടുപിടിക്കാം? S" മൈനസ് ഇങ്ങനെയുള്ള രണ്ട് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി, അല്ലെങ്കിൽ 2S' എഴുതാം, അല്ലെങ്കിൽ S' പ്ലസ് S' എന്ന് എടുത്താലും മതി. ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് എന്ത് കിട്ടും നോക്കാം. S" എന്ന് പറഞ്ഞാൽ 2NK 3/2 ഇത്രയും ക്വാണ്ടിറ്റി മൈനസ് 2S'. അപ്പം മൈനസ് 2S' എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു -2 കൂടെ മൾട്ടിപ്ലൈ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് രണ്ട് ടേമും എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്കൊന്ന് എഴുതി തന്നെ ചെയ്യാം. അപ്പോൾ 2NK ഉണ്ട് പുറത്ത്, പിന്നെ ബാക്കി ഇവിടെ ലോഗ് 2V/σ 4πme ഡിവൈഡഡ് ബൈ 3n ദ ഹോൾ റൈസ് ടു 3/2 മൈനസ് 2NK. അപ്പം -2NK ലോഗ് V/σ 4πme ഡിവൈഡഡ് ബൈ 3n ദ ഹോൾ റൈസ് ടു 3/2. നമുക്കിതൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 2 ഞാൻ ഇതിൽ നിന്ന് ലോഗ് AB ഫോർമുല വെച്ച് ലോഗ് A പ്ലസ് ലോഗ് B ആക്കണം. ലോഗ് A എന്ന് പറഞ്ഞാൽ ലോഗ് 2ഉം ബാക്കി ടേം സെപ്പറേറ്റ് ചെയ്യണം. കാരണം അവിടെയും ഇതുപോലത്തെ അതേ ടേമാണല്ലോ കിടക്കുന്നത്. അപ്പം ഞാൻ 2NK ലോഗ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ലോഗ് 2 പ്ലസ് ലോഗ് ഓഫ് ബാക്കി ക്വാണ്ടിറ്റി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 2NK ലോഗ് 2 എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി വരും, പ്ലസ് 2NK പുറത്താണ് നടക്കുന്നത്. അപ്പോൾ 2NK ലോഗ് ഇതേ സാധനം തന്നെ, എന്ത്? V/σ 4πme ഡിവൈഡഡ് ബൈ 3n ദ ഹോൾ റൈസ് ടു 3/2 മൈനസ് ഇത് 2NK ലോഗ്. അപ്പോൾ അതായത് ഈ ക്വാണ്ടിറ്റിയും ഇവിടുത്തെ ക്വാണ്ടിറ്റിയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി ചേഞ്ച് ഇൻ എൻട്രോപ്പി ΔS നമുക്ക് എങ്ങനെ കിട്ടും? 2NK ലോഗ് 2. അതായത് ഒരു സിംഗിൾ സിസ്റ്റം രണ്ട് കമ്പാർട്ട്മെൻറ്റാക്കി വെച്ചിരിക്കുന്നു. ഓരോ സിസ്റ്റത്തിൻ്റെയും രണ്ടിൽ ഐഡിയൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അറ്റ് എനർജി E. അതിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെ വോളിയം V ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് N വീതമാണ്. ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ എൻട്രോപ്പി കണ്ടുപിടിച്ച് സം ചെയ്യുകയും അവസാനം ടോട്ടൽ സിസ്റ്റത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ടോട്ടൽ സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 2NK ലോഗ് 2 എന്നാണ്. അതായത് ചേഞ്ച് ഇൻ എൻട്രോപ്പി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്, എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റിയാണ്. എന്ന് വെച്ചാൽ രണ്ടും കൂടെ കൂട്ടിയാൽ മറ്റത് തന്നെ കിട്ടണം. ഇതിൻ്റെ എൻട്രോപ്പി കൂടെ കൂട്ടി കിട്ടുന്നതും ബാക്കി കമ്പാർട്ട്മെൻറ്റ് റിമൂവ് ചെയ്തിട്ട് ടോട്ടൽ എൻട്രോപ്പി കിട്ടി എന്ത് തന്നെ വരണം? സെയിം ആവണം. അതാണല്ലോ നമ്മൾ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സെയിം അല്ല, അതായത് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്തല്ല? 0 അല്ല. വേറൊരുത്തി പറഞ്ഞാൽ നമ്മൾ ഇപ്പം ചെയ്ത പ്രോസസ്സ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഒരു കമ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടുണ്ട്, അല്ല ഒരു പാർട്ടീഷൻ വെച്ചിട്ട് രണ്ട് കമ്പാർട്ട്മെൻറ്റ് ഈക്വലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കമ്പാർട്ട്മെൻറ്റ് റിമൂവ് ചെയ്ത് വീണ്ടും നമ്മൾ ആ കമ്പാർട്ട്മെൻറ്റ് ഇൻസേർട്ട് ചെയ്താൽ ഇതേ എനർജി ഓരോ നമ്പർ ഓഫ് ഈക്വലി തന്നെ ആയതുകൊണ്ട് അതുപോലെ തന്നെ വരും. അതായത് ഈ പ്രോസസ്സ് എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന് ചേഞ്ച് ഇൻ എൻട്രോപ്പി എപ്പോഴും എന്തായിരിക്കണം?
0 ആയിരിക്കണം. അല്ലെങ്കിൽ മനസ്സിലാക്കുക, എൻട്രോപ്പി ഈ കേസിൽ എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, എക്സ്റ്റെൻസീവായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല. അപ്പോൾ എൻട്രോപ്പി ഷുഡ് ബി ആൻ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇങ്ങനെ വരാത്തത് എന്തുകൊണ്ട്? ഇതാണ് ഗിബ്സ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഇതൊരു പ്രശ്നമാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് 0 ആയിരുന്നു, നമുക്ക് കിട്ടിയത് 2nk log 2 എന്നാണ്. ഇതെങ്ങനെ റിസോൾവ് ചെയ്യാമെന്നായിരുന്നു ഇനി അടുത്തുള്ള പ്രശ്നം. ഇതിൽ പ്രശ്നം വന്നത് ഈ ഐഡിയൽ ഗ്യാസിൻ്റെ ബേസിക് അസംഷൻസ് ആണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞ സാധനം യഥാർത്ഥത്തിലില്ല. പക്ഷേ നമുക്ക് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഒരു സിസ്റ്റം ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസിനെ ഐഡിയൽ ഗ്യാസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നത് അവർ റിജിഡ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ഇൻട്രാക്ഷനും ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനും പുറമെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ കൗണ്ടിങ്ങിൽ പ്രശ്നമായിട്ടിരുന്നൊരു സാധനം കൂടെ ഉണ്ട്. ആ ഐഡിയൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ എന്നായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പം ഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ ഉള്ള കൗണ്ടിങ് ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ട് ഐഡിയൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷ് ആണെന്ന് അസ്യൂം ചെയ്ത് ആ കൗണ്ടിങ് എടുത്ത് ആ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത എൻട്രോപ്പിയുടെ ഇക്വേഷനാണ് ഇത്. പക്ഷേ അപ്പോൾ ഗിബ്സ് ഈ ഡിസ്റ്റിങ്വിഷബിൾ അല്ല പാർട്ടിക്കിൾ. സാധാരണ ഒരിക്കലും നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയാലും ഗ്യാസ് പാർട്ടിക്കിൾസൊക്കെ ഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ വേറെ ഒന്നും തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് എടുത്ത് ഗിബ്സ് ഈ പാരഡോക്സ് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആകുമ്പോഴും ഡിസ്റ്റിങ്വിഷബിൾ ആകുമ്പോഴും എന്താണ് വ്യത്യാസം ഉണ്ടാവുക എന്ന് നോക്കാതെ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഇതാണ്. നമുക്ക് കിട്ടിയ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 2nk log 2. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഇതായിരുന്നു. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന സാധനമായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഗ്യാസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഞാനൊരു 3 ബോൾ എടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ കൗണ്ടിങ്ങിൽ എന്താണ് പ്രശ്നം എന്നൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു 2 റെഡ് ബോളും ഒരു ബ്ലൂ ബോളും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ 2 റെഡ് ബോൾ എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ 1 6 6' ഒരു കുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു ബോളിൽ ഞാൻ ഡോട്ട് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ 3 ബോളുകളെ ഏതൊക്കെ രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്ത് എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം അത് ആക്ച്വലി 3 ഫാക്ടോറിയൽ വേസിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 6 വേസിൽ. അത് നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കാം. ഇപ്പോൾ R'(B) ആണെങ്കിൽ R'(RB) ഒരു കോമ്പിനേഷൻ വരും. പിന്നെ അല്ലെങ്കിൽ R'(B) R', അടുത്ത് B R', ഇങ്ങനെ 6 കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. പക്ഷേ ഇതെപ്പോഴാണ് R ഉം R', നിങ്ങൾക്ക് ആ 2 റെഡ് ബോളും തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത്രയും കൗണ്ടിങ് വരികയുള്ളൂ. അപ്പോൾ അതായത് അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൗണ്ടിങ് വന്നേ. ഇനി നമുക്ക് ആക്ച്വലി ഇത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. നിങ്ങൾക്ക് ഞാൻ ഡോട്ടിട്ട് വെച്ചതാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എത്രയേ ഉള്ളൂ? ഒരെണ്ണമേ വരുള്ളൂ. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരെണ്ണമേ ഉള്ളൂ. ഇത് അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആക്ച്വലി എത്ര എണ്ണമേ ഉള്ളൂ? 3 എണ്ണമേ ഉള്ളൂ. അതായത് എക്സ്ട്രാ കൗണ്ടിങ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള പരസ്പരമുള്ള 2 ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അത് നമുക്ക് ഇതിൽ നിന്ന് കളയണം. അതായത് നമുക്ക് ഈ 3 എന്ന് പറയുന്നത് ആക്ച്വലി 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് എടുത്തിട്ടുണ്ടായ റെപ്പറ്റേറ്റീവ് കൗണ്ടിങ് ആണ് 2 ഫാക്ടോറിയൽ വേസ്. അത് അവോയ്ഡ് ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയാണ് പെർമ്യൂട്ടേഷനിലെ പ്രോസസ്സ്. അല്ലെങ്കിൽ അതിനെ കോമ്പിനേഷൻ എന്ന് പറയാം. 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എടുത്ത് നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വലി 3 ഉള്ളൂ. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കി, ഐഡിയൽ ഗ്യാസ് പാർട്ടിക്കിൾസ് നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? ഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന്. പക്ഷേ ഗിബ്സ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് കൗണ്ടിങ് മാറ്റേണ്ടി വരും? 2 പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിൾ അല്ല എന്ന് എടുത്തു കഴിഞ്ഞാൽ 2 ഫാക്ടോറിയൽ കോമ്പിനേഷൻ വരും. അങ്ങനെയാണെങ്കിൽ n പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിൾ അല്ല എന്നെടുത്താൽ, അല്ലെങ്കിൽ അവ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് എടുത്താൽ എത്ര കോമ്പിനേഷൻ വരും? n ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കളയണം. അതായത് നമ്മൾ ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1/σ0 δω/δE ആണ്. ഇവിടുത്തെ അസംഷൻ ഐഡിയൽ ഗ്യാസിലെ പാർട്ടിക്കിൾസ് എന്താണെന്ന് എടുത്തുകൊണ്ടാണ് ഈ W ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ. പക്ഷേ ഗിബ്സ് ചെയ്യുന്നത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ ആക്ച്വലി ഇതിങ്ങനെ തന്നെ എടുക്കണം. ഇനി നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഈ കൗണ്ടിങ്ങിലെ ഈ പ്രശ്നമാണെങ്കിൽ ഈ കൗണ്ടിങ് വെച്ചിട്ട് നമുക്ക് മറ്റേ പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് ഒമേഗ 1/n ഫാക്ടോറിയൽ × 1/σ0 δω/δE എടുത്ത് നമുക്ക് എൻട്രോപ്പി വാല്യൂറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒമേഗയുടെ ഇക്വേഷൻ ഇപ്പോൾ
1/n ഫാക്ടോറിയൽ 1/σ0 ഡോ ഒമേഗ ബൈ ഡോ ഇ എന്ന് എഴുതാം. അതായത് എൻട്രോപ്പി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിന് KLN പിന്നെ KLN ഒമേഗ എന്നാണ്. അതായത് KLN ഓഫ് 1/n ഫാക്ടോറിയൽ ഇൻറ്റു 1/σ0 ഡോ ഒമേഗ ബൈ ഡോ ഇ എന്നാണ്. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞ് മാറ്റാം. അപ്പോൾ KLN മൈനസ് KLN n ഫാക്ടോറിയൽ 1/n ഫാക്ടോറിയൽ മുകളിലോട്ട് എടുത്തു പ്ലസ് K ഇൻറ്റു ലോഗ് 1/σ0 ഡോ ഒമേഗ ബൈ ഡോ. ഇത്രയും ഭാഗമാണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്, ഈ ടേം ഇല്ലാതെ. അത് എത്രയായിരുന്നു നമുക്കറിയാം. NK ഇൻറ്റു 3/2 പ്ലസ് ലോഗ് V/σ 4πme ഡിവൈഡഡ് ബൈ 3n ദ ഹോൾ റൈസ് ടു 3/2. ഇപ്പം നമുക്ക് ഇതും കൂടെ വന്നു മൈനസ് KLN n ഫാക്ടോറിയൽ. ഇനി LN n ഫാക്ടോറിയൽ നമുക്ക് സ്റ്റേർലിംഗ്സ് അപ്രോക്സിമേഷൻ വെച്ച് സോൾവ് ചെയ്താൽ എന്ത് വരും? LN n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n LN n മൈനസ് n എന്നാണ്. അപ്പോൾ ഈ ഭാഗത്ത് KN LN n പ്ലസ് NK എന്ന് കൂടെ വരും. അപ്പോൾ അതും കൂടെ ചേർത്ത് എഴുതിയാൽ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. S is equal to ഇവിടെ ഒരു NK 3/2 NK ഉണ്ട്. ഈ ഒരു NKയും കൂടെ ചേർന്നിട്ട് 3/2 + 1 5/2 NK ആവും. അപ്പോൾ NK ഇൻറ്റു 5/2 പ്ലസ് ലോഗ് V/σ. ഇതിന് രണ്ടിൻ്റെ ഇവിടെ NK കോമൺ ഉണ്ട്, ഇത് കോമൺ ആയിട്ട് എടുത്താൽ ലോഗ് V/σ ഇതേ മൈനസ് ലോഗ് n എന്ന് വരും. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി, അപ്പോൾ ലോഗ് A/B എന്ന് എഴുതാം പ്ലസ് ലോഗ് V/σ n. ഈ ബൈ n ഇവിടെ എഴുതി 4πme ഡിവൈഡഡ് ബൈ 3n ദ ഹോൾ റൈസ് ടു 3/2. അതായത് പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് എടുത്താൽ നമുക്ക് കിട്ടുന്ന എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതുകൊണ്ട് ആ പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ നോക്കാം. സിംപ്ലി തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് പ്രശ്നമായിട്ട് കിടന്നത് ഈ പാർട്ടല്ല. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ പാർട്ട് പോകും. ഈ പാർട്ടായിരുന്നു പ്രശ്നം. ഇവിടെ നോക്കൂ, ഡബിൾ ചെയ്ത് നോക്കിയെല്ലാം 2v 2n, ആ 2 പോയി. ഇവിടെ 2e 2n വന്ന് അതും പോയി. അപ്പം ഡബിൾ ചെയ്താലും അല്ലെങ്കിലും എന്ത് സംഭവിക്കും? ഈ ടേമും ചേഞ്ച് ചെയ്യാതിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതും ക്യാൻസൽ ചെയ്ത് പോയി. ഡെൽറ്റ എസ് എന്തായി മാറും? 0 ആയിട്ട് പോകും. അപ്പോൾ ഇവിടുത്തെ അതായത് നേരത്തെ ഇവിടെ ഒരു 2 എക്സ്ട്രാ കിടന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ആ 2 ഇവിടെ ഒരു എന്നും കൂടെ വരുമ്പോൾ 2v 2n കൂടെ വന്ന് ഈ ടേമിലും ചേഞ്ച് ഒന്നും വരില്ല. ഇഫക്റ്റീവ്ലി ഡെൽറ്റ എസ് എന്ത് തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. അപ്പം മനസ്സിലാക്കുക, ക്ലാസിക്കലി ഐഡിയൽ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ അസംഷൻ ഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് എടുത്തപ്പോഴാണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആകാതിരുന്നത്. അല്ലെങ്കിൽ എൻട്രോപ്പി എന്തല്ലാന്ന് നമുക്ക് മനസ്സിലാക്കി അല്ല എന്തല്ലാതായിപ്പോയി, എക്സ്റ്റെൻസീവ് അല്ലാതായിപ്പോയി. ആക്ച്വലി എൻട്രോപ്പി എക്സ്റ്റെൻസീവ് ആണ്. അങ്ങനെ ആകണമെങ്കിൽ ഈ എക്സ്ട്രാ കൗണ്ടിങ് ഒഴിവാക്കണം. അതായത് പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെന്നെടുത്ത് ഗിബ്സ് ആ പ്രോബ്ലം, ആ പാരഡോക്സ് റിസോൾവ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ടേം നമുക്ക് ആ എക്സ്ട്രാ കൗണ്ടിങ് വന്ന 1/n ഫാക്ടോറിയൽ ടേമിനെ വിളിക്കുന്ന പേരാണ് ഗിബ്സ് ഫാക്ടർ. അങ്ങനെ ഗിബ്സ് പാരഡോക്സ് ഫൈനൽ ഈ ഒരു എക്സ്ട്രാ കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിസോൾവ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് പല പ്രോബ്ലത്തിനും നമുക്കത് ഉപയോഗിക്കേണ്ടി